മൈക്രോബയോളജിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Match the given sterilant or disinfectant with their efficacy and choose the best answer given below. ഓക്കെ, നമുക്കിതിൽ ആദ്യം നോക്കാം. ഇതിൽ ഏറ്റവും പ്രശ്നക്കാരൻ ആരാ? അതായത് നമുക്ക് നല്ല ആള് അല്ലെ, ബാക്ടീരിയനൊക്കെ കില്ല് ചെയ്യാൻ, സ്പോറിനെയൊക്കെ കില്ല് ചെയ്യാൻ ആരാണ്? എഥിലീൻ ഓക്സൈഡ്. ഇതിൽ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആൻസർ ആദ്യം നോക്കിക്കൊള്ളണം. അല്ലാതെ ഏതാണെന്നൊക്കെ കുറെ നോക്കിയിരുന്ന് സമയം പോകരുത്. മാച്ച് ദ ഫോളോയിങ്ങിൽ എപ്പോഴും കുറെ സമയം പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആൻസർ ആദ്യം നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം. ഹെക്സാക്ലോറോഫിൻ അല്ലെ, അത് ഫീനോളിൽ വരുന്ന ഒരാളാണ് അല്ലെ. ഹെക്സാക്ലോറോഫിൻ അത് ഏതായിരിക്കും വരുന്നത്? സ്കിൻ ആന്റിസെപ്റ്റിക് അല്ലെ. ഇത് ഫീനോളിൽ വരുന്നതാണ്. ഇത് പക്ഷെ ഇത്തിരി പ്രശ്നക്കാരനാണ്. എന്താ? ഹെക്സോക്ലോറോഫിൻ കുറച്ച് പ്രശ്നക്കാരനാണ്. നമുക്ക് പറയാം ഹെക്സോക്ലോറോഫിൻ കുറച്ച് പ്രശ്നക്കാരാണ്. ബ്രെയിൻ ഡാമേജ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് സ്റ്റെഫൈലോകോക്കസ് ഔട്ട്ബ്രേക്കിൽ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ ഹോസ്പിറ്റൽസിൽ കേട്ടോ. ഹെക്സാക്ലോറോഫിൻ സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് ഫീനോളിൽ വരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഫീനോൾ എടുത്ത് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. 3ൽ ഈ വന്നേക്കുന്ന ഏതാ? കണ്ടോ, ഇവിടെ 2 പേര് 3ൽ ഈ വന്നിട്ടുണ്ട് അല്ലെ. ഇത് നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം 1 അല്ലെ. 1ഉം അല്ലെങ്കിൽ 2 നോക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ 1 നോക്കാം, ഏതെങ്കിലും നമുക്ക് നോക്കാം അല്ലെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത് എന്താണ്? ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ, BPL. അത് എപ്പോഴും എന്തിനാ യൂസ് ചെയ്യുന്നത്? ഏത് സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണത്? വാക്സിൻ, സെറ ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉള്ളതാണ്. ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് വാക്സിൻസ് ആൻഡ് സെറ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 1D എന്നുള്ളത് ഏത്? ഇവിടെ കിട്ടി അല്ലെ. 1D വേറെ എങ്ങും വന്നിട്ടില്ല. നമ്മൾ 3E. അപ്പൊ തന്നെ നമുക്ക് ആൻസർ ഏത് കിട്ടി? C ആയിരിക്കും ആൻസർ. കണ്ടോ, ഇങ്ങനെ അങ്ങ് എഴുതി പോവാം. ബാക്കി ഒന്ന് നോക്കിയാൽ മതിയാവും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. എഥിലീൻ ഓക്സൈഡ് നമ്മൾ ETO എന്ന് പറയും അല്ലെ. ഇത് സ്പോറിസിഡൽ ആണ്. ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യാം സ്റ്റെറിലൈസേഷൻ ഒക്കെ അല്ലെ. കൂടുതലും പ്ലാസ്റ്റിക് സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ എഥിലീൻ ഓക്സൈഡ്, നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? എഥിലീൻ ഓക്സൈഡ്. എഥിലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത് സ്പോറിസിഡൽ ആണ്. സ്പോറിനെ വരെ കൊല്ലാൻ പറ്റുന്ന ആളാണ് കേട്ടോ. സ്പോറിസിഡൽ എഥിലീൻ ഓക്സൈഡ്. അപ്പോൾ എന്തിനാണ്? പ്ലാസ്റ്റിക് റാപ്സ് ഹോസ്പിറ്റൽസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ആളാരാണ് പഠിക്കേണ്ടത്? ഗ്ലൂട്ടറാൾഡിഹൈഡ്. ഗ്ലൂട്ടറാൾഡിഹൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലബോറട്ടറി എക്യുപ്മെന്റ്സിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആൾ നോക്കാം. വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബയോ സേഫ്റ്റി ക്യാബിനറ്റ്, നമുക്ക് സംശയമുള്ള ആളെ മാറ്റി നിർത്തിക്കോളണം എപ്പോഴും കേട്ടോ. വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ബയോ സേഫ്റ്റി ക്യാബിനറ്റ്. ഓക്കെ, ബയോ സേഫ്റ്റി ക്യാബിനറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റൂംസിലൊക്കെ, ഹോസ്പിറ്റലിലെ ഓപ്പറേറ്റിംഗ് റൂംസിലൊക്കെയാണ് നമ്മൾ വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ആരാണ്? ഗ്ലൂട്ടറാൾഡിഹൈഡ് ലബോറട്ടറി എക്യുപ്മെന്റ്സിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ എൻഡോട്രക്കിയൽ ട്യൂബൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും ഗ്ലൂട്ടറാൾഡിഹൈഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരെ ആദ്യം ചെയ്തു പോകണം. ചിലവർ നമുക്ക് ചിലപ്പോൾ സംശയമുള്ളത് വരും. അപ്പൊ നമുക്ക് പറയാം ഗ്ലൂട്ടറാൾഡിഹൈഡ് നിങ്ങൾ സേഫ്റ്റി ക്യാബിനറ്റ് ആണോ അല്ലെങ്കിൽ ലബോറട്ടറി എക്യുപ്മെന്റ് ആണോ? 2 ലാബ് പോലെ ലാബ് സേഫ്റ്റി അങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാകുമല്ലോ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒന്നായിട്ട് ചിലപ്പോൾ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആൾക്കാരെ ഒന്ന് ലിങ്ക് ചെയ്ത് പോകണം, എന്നിട്ട് ആൻസർ ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് വരും. ഇത് ഒത്തിരി അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ മിക്കവരും കൊണ്ട് തെറ്റിച്ച് കളയാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ആൻസർ C ആണ് അല്ലെ. നമുക്ക് നോക്കാം. ബീറ്റാ പ്രൊപ്പിയോലാക്ടോൺ എന്ന് പറയുന്ന വാക്സിൻ സെറ. പിന്നെ 2 എഥിലീൻ ഓക്സൈഡ് പ്ലാസ്റ്റിക്. പിന്നെ 3 എന്ന് പറയുന്നത് ഹെക്സാക്ലോറോഫിൻ സ്കിൻ ആന്റിസെപ്റ്റിക്. പിന്നെ അടുത്ത ഏതാ? 4 ഗ്ലൂട്ടറാൾഡിഹൈഡ് നമ്മൾ വരുന്നത് ഏതാണ്? ലബോറട്ടറി എക്യുപ്മെന്റ്സ്. വേപ്പറൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ ബയോ സേഫ്റ്റി ക്യാബിനറ്റ്സിൽ യൂസ് ചെയ്യുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് റൂമിലൊക്കെ യൂസ് ചെയ്യും.